അമേരിക്കൻ വ്യോമത്താവളത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തിയതായി അവകാശപ്പെടുകയാണ് ഇറാനിലെ IRGC. തെക്കൻ ഇറാനിലെ സിരിക് ദ്വീപിലെ ഒരു ടെലികോം ടവറിൽ അമേരിക്ക നടത്തിയ ആക്രമണത്തിന് മറുപടിയായിട്ടായിരുന്നു ഇറാന്റെ ഈ ആക്രമണം ഉണ്ടായത്. അവസാന അമേരിക്കൻ സൈനികനും പ്രദേശം വിടുന്നവരെ എന്ന സന്ദേശം തങ്ങളുടെ മിസൈലിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു വീഡിയോ IRGC പിന്നീട് പുറത്തിറക്കുകയും ചെയ്തു. എന്നാൽ ഈ സംഭവം മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുകയാണ്. ഹോർമോസ്ഖാൻ പ്രവിശ്യയിലെ സിരിക് ദ്വീപിലെ ഒരു ടെലികോം ടവർ അമേരിക്കൻ സൈന്യം ലക്ഷ്യമിട്ടതായി IRGC എയറോസ്പേസ് ഫോഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന് മറുപടിയായിട്ട് അമേരിക്ക ആക്രമണം ആരംഭിച്ച അതേ വ്യോമത്താവളം IRGC ലക്ഷ്യമിട്ടു. ആക്രമണത്തിൽ തങ്ങൾ ലക്ഷ്യം വെച്ചിരുന്ന സൗകര്യങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടതായും IRGC പറയുന്നുണ്ട്. മിസൈലിനെ കുറിച്ചുള്ള വ്യക്തമായ മുന്നറിയിപ്പ് സന്ദേശം കാണിക്കുന്ന ഒരു വീഡിയോയും IRGC പുറത്തിറക്കി. അമേരിക്കൻ സൈന്യത്തെ ഈ മേഖലയിൽ നിന്ന് പൂർണ്ണമായും പിൻവലിക്കുന്നവരെ യുദ്ധം തുടരാനുള്ള ഇറാന്റെ ഉദ്ദേശത്തെ ഇത് സൂചിപ്പിക്കുന്നു. എന്നാൽ ഇറാന്റെ ഈ അവകാശവാദങ്ങൾ സ്ഥിരീകരിച്ചിട്ടില്ല. കൂടാതെ അമേരിക്കയിൽ നിന്നും ഔദ്യോഗിക പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതേസമയം ബന്ദർ അബ്ബാസ് നഗരത്തിൽ സ്ഫോടനങ്ങൾ നടന്നതായി ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തുടക്കത്തിൽ ആളുകൾ പരിഭ്രാന്തരായിരുന്നു. എന്നാൽ ഈ സ്ഫോടനങ്ങളൊക്കെ ആസൂത്രണം ചെയ്തതാണെന്ന് പ്രാദേശിക അധികാരികൾ വ്യക്തമാക്കി. പൊട്ടിത്തെറിക്കാത്ത വെടിമരുന്ന് സുരക്ഷിതമായി സംസ്കരിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെന്ന് ഹോർമോസ്ഖാൻ ഗവർണറിന്റെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ അറിയിക്കുകയും ചെയ്തു. തിങ്കളാഴ്ച ആരംഭിച്ച ഈ സ്ഫോടനങ്ങൾ ചൊവ്വാഴ്ച വരെ തുടർന്നേക്കാമെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഈ പരിപാടി 72 മണിക്കൂർ വരെ നീണ്ടു നിൽക്കുമെന്നാണ്. ആരും പരിഭ്രാന്തരാകരുതെന്നും സാധാരണ ദിനചര്യകളിൽ തുടരണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. പ്രദേശത്ത് സംഘർഷാവസ്ഥ രൂക്ഷമായതിനാൽ ജനങ്ങൾ ശാന്തരായിരിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് സർക്കാർ ഉടൻ തന്നെ ഒരു വിശദീകരണം പുറപ്പെടുവിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ രണ്ട് രാജ്യങ്ങളും MQ-1 ഡ്രോണുകൾ, റഡാർ സൈറ്റുകൾ, മിസൈൽ ആക്രമണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് വെടിവയ്പ്പുകൾ നടത്തിയിരുന്നു. ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കുന്നതിനായി ഒരു വെടിനിർത്തൽ നടക്കുന്നുണ്ട്. എന്നാൽ ഇത്തരം ചെറിയ സംഭവങ്ങൾ അതിനെ തകർക്കുമെന്നാണ് കരുതപ്പെടുന്നത്. തങ്ങളുടെ സമുദ്ര അതിർത്തികളിലേക്കും വ്യോമ അതിർത്തികളിലേക്കും അമേരിക്ക കടന്നു കയറുന്നു എന്നാണ് ഇറാന്റെ വാദം. പ്രാദേശിക കപ്പൽ ഗതാഗതത്തിനും സഖ്യകക്ഷികൾക്കും ഇറാനെ ഒരു ഭീഷണിയായി തന്നെയാണ് അമേരിക്കയും കണക്കാക്കുന്നത്. ഇറാന്റെ സൈനിക രാഷ്ട്രീയ സംവിധാനത്തിൽ IRGC-യാണ് നിർണായകമായ പങ്ക് വഹിക്കുന്നത്. മാത്രമല്ല പലപ്പോഴും അവർ ഇത്തരം ആക്രമണങ്ങൾ നടത്തുകയും ചെയ്യുന്നുണ്ട്. IRGC-യുടെ കൈവശം ദീർഘദൂര മിസൈലുകളുടെ വലിയൊരു ശേഖരവുമുണ്ട്. ഭൂഗർഭ താവളത്തിൽ നിന്നാണ് ഈ മിസൈലുകൾ അവർ വിക്ഷേപിക്കുന്നത്. സമീപ ദിവസങ്ങളിൽ ഇറാൻ തങ്ങളുടെ താവളങ്ങൾ വേഗത്തിൽ സജീവമാക്കാനുള്ള ചില നീക്കങ്ങളും നടത്തിയിരുന്നു. ഇറാൻ അമേരിക്കയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഈ മേഖലയിൽ നിന്ന് അമേരിക്കൻ സൈനിക സാന്നിധ്യം ഇല്ലാതാവുന്നതുവരെ ഇവിടെ സംഘർഷം തുടരും. ഈ പ്രസ്താവന അമേരിക്കയ്ക്ക് മാത്രമല്ല, മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള അമേരിക്കൻ സഖ്യകക്ഷികൾക്കും ഒരു മുന്നറിയിപ്പാണ്. അവസാനത്തെ അമേരിക്കൻ സൈനികനും സ്ഥലം വിട്ടു പോകുന്നതുവരെ തങ്ങളുടെ ചെറുത്തുനിൽപ്പ് തുടരും എന്നാണ് ഇറാൻ പറയുന്നത്.